നമസ്കാരം. സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പുതിയ കറണ്ട് അഫെയർ ടോപ്പിക്ക്. നമുക്കറിയാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ടോപ്പിക്കാണ് വെൽഫെയർ സ്കീംസ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സാമൂഹിക ക്ഷേമ പദ്ധതികൾ. മറ്റ് പദ്ധതികളുണ്ട്, അതായത് ആരോഗ്യ പദ്ധതികൾ, അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഉണ്ട് അല്ലേ. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യക്ഷേമ പദ്ധതികളുണ്ട്, അതേപോലെ തന്നെ വിദ്യാഭ്യാസ പദ്ധതികളുണ്ട്, ടെക്നിക്കലായിട്ടുള്ള പദ്ധതികളുണ്ട്, ഒരുപാട് പദ്ധതികളുണ്ട്. അതിലെ കേന്ദ്ര ഗവൺമെൻറ് 2023 വെൽഫെയർ സ്കീംസ്, സാമൂഹിക ക്ഷേമ പദ്ധതികളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുമിച്ച് ഒരു സംവിധാനത്തിൻ്റെ കീഴിലാക്കാനുള്ള പദ്ധതിയാണെന്ത്? PM ഗതിശക്തി മാസ്റ്റർ പ്ലാൻ. അതായത് ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ഇപ്പോൾ രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ എല്ലാം കൂടെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ത്? PM ഗതിശക്തി മാസ്റ്റർ പ്ലാൻ. ഇനി പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷൻ. ആരാണ്? പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇന്ധന സംരക്ഷണ പ്രചരണ പരിപാടിയാണ് സക്ഷം. നമ്മൾ ബജറ്റ് എടുത്തപ്പോൾ സക്ഷം പദ്ധതിയെ പറ്റി പറഞ്ഞിരുന്നു അല്ലേ, സക്ഷം. ഓക്കെ, അപ്പോൾ പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷൻ PCRA യുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇന്ധന സംരക്ഷണ പ്രചരണ പരിപാടിയാണെന്ത്? സക്ഷം. അപ്പോൾ ഇന്ധനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് സക്ഷം എന്ന് ആലോചിക്കുക. അതേപോലെ തന്നെ രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുമിച്ച് ഒരു സംവിധാനത്തിൻ്റെ കീഴിലാക്കാനുള്ള പദ്ധതിയാണെന്ത്? PM ഗതിശക്തി മാസ്റ്റർ പ്ലാൻ. ഇനി പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷൻ PCRA ആരംഭിച്ച ഇന്ധന സംരക്ഷണം, നമ്മുടെ ഇന്ധനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചരണ പരിപാടിയാണ് എന്ത്? സക്ഷം. അടുത്തത് സൗജന്യ സാങ്കേതികവിദ്യ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സൗജന്യമായിട്ട് നൽകി രാജ്യത്തെ യുവാക്കളെ സജ്ജരാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഡിജി സക്ഷം. അപ്പം സക്ഷവും ഡിജി സക്ഷവും തമ്മിൽ മാറിപ്പോരുത്. സക്ഷം എന്താണ്? ഇന്ധനങ്ങൾ ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സക്ഷം. എന്നാൽ ഡിജി സക്ഷം എന്താണ്? സൗജന്യ സാങ്കേതിക വിദ്യാ പരിശീലനം നൽകി രാജ്യത്തെ യുവാക്കളെ സജ്ജരാക്കാനുള്ള തൊഴിൽ മന്ത്രാലയത്തിൻ്റെ പദ്ധതിയാണെന്ത്? ഡിജി സക്ഷം. അതുപോലെ തന്നെ രാജ്യത്തെ ഗ്രാമീണ മേഖലയിൽ ഇന്റർനെറ്റ് സൗകര്യം ഉറപ്പുവരുത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? ഭാരത് നെറ്റ്. അപ്പോൾ രാജ്യത്തെ ഗ്രാമീണ മേഖലയിലുള്ള ഇൻ്റർനെറ്റ് സൗകര്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരുക്കുന്ന പദ്ധതിയാണെന്ത്? ഭാരത് നെറ്റ്. അപ്പോൾ സൗജന്യ സാങ്കേതിക വിദ്യാ പരിശീലനം നൽകി യുവാക്കളെ എഫിഷ്യൻ്റ് ആക്കുക അല്ലേ. അപ്പോൾ യുവാക്കൾക്ക് ജോലി കിട്ടുന്നില്ല എന്നുള്ളത് പറയുന്നു. ടെക്നിക്കലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ജോലിയുണ്ട് ഇപ്പോഴും അല്ലേ. നമ്മളൊരു ടെക്നോളജിക്കൽ യുഗത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ടെക്നിക്കലി എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവർക്കൊരു അതിൻ്റെ സാങ്കേതിക വിദ്യാ പരിശീലനം നൽകാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഡിജി സക്ഷം. എന്നാൽ രാജ്യത്തെ ഗ്രാമീണ മേഖലയിലുള്ള ഇൻ്റർനെറ്റ് സൗകര്യം, എല്ലാ ഗ്രാമങ്ങളിലും ഇൻ്റർനെറ്റ് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി എന്താണ്? ഭാരത് നെറ്റ്. പേര് തന്നെ അറിയാം അല്ലേ, ഭാരത് നെറ്റ്. ഇനി വാട്സാപ്പുമായിട്ട് സഹകരിച്ചിട്ട് യുവാക്കൾക്ക് ഡിജിറ്റൽ സ്കിൽസ് ചാമ്പ്യൻ പ്രോഗ്രാം. ഓക്കെ, യുവാക്കളുടെ ഡിജിറ്റൽ സ്കിൽസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഒരു നാഷണൽ ഡിജിറ്റൽ സ്കിൽസ് ചാമ്പ്യൻ പ്രോഗ്രാം ആരംഭിച്ചത് ആരാണ്? നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അടുത്തത് ഗ്രാമപ്രദേശങ്ങളിൽ LED ബൾബുകൾ സൗജന്യ നിരക്കിൽ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണെന്ത്? ഗ്രാമുജാല. എന്താണ്? നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ വളരെ തുച്ഛമായ നിരക്കിൽ LED ബൾബുകൾ നൽകാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതി ഏതാണ്? ഗ്രാം ഉജാല. അടുത്തത് ആത്മനിർഭർ ഭാരത് പദ്ധതി. നമുക്കറിയാം, ആത്മനിർഭർ ഭാരത് എന്തിനാണ്? നമ്മുടെ ഇന്ത്യക്കുള്ളിൽ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, മേക്ക് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ആ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആത്മനിർഭർ പദ്ധതി കൊണ്ടുവന്നത് അല്ലേ. അപ്പോൾ ആത്മനിർഭർ എന്ന് പറഞ്ഞാൽ സെൽഫ് സഫീഷ്യൻ്റ് ആവുക. ഓക്കെ, സെൽഫ് സഫീഷ്യൻ്റ് ആൻഡ് സെൽഫ് റിലയൻറ്റ്. ഓക്കെ, നമ്മളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുക, ഒരുപാട് ഇറക്കുമതിയൊക്കെ കുറച്ചിട്ട് നമ്മളുടെ സാധനങ്ങൾ തന്നെ നമ്മൾ ഉപയോഗിക്കുക. അതാണ് ആത്മനിർഭർ ഭാരത് പദ്ധതിയായിട്ട് ഉദ്ദേശിക്കുന്നത്. വന്നത്തത് IPM ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എൻ്റർപ്രൈസ്. ഓക്കെ, IPM ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എൻ്റർപ്രൈസ്. അതായത് ഫുഡ് പ്രോസസ്സിംഗ് ആണെങ്കിലും അങ്ങനെയുള്ള മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് ആണെങ്കിലും എല്ലാം എന്താണ്? ഇന്ത്യയിൽ തന്നെ ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള വായ്പാ സൗകര്യങ്ങളൊക്കെ നൽകുക എന്നുള്ളതാണ് PM ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എൻ്റർപ്രൈസസ്, PMFME. അടുത്തത് ഖാദി അഗർബത്തി ആത്മനിർഭർ മിഷൻ.
ഓക്കെ, ഖാദി അഗർബത്തി ആത്മനിർഭർ മിഷൻ. എന്താണ്? ഖാദി വസ്ത്രങ്ങൾക്കും കരകൗശലമായിട്ടുള്ള കാര്യങ്ങൾ നിർമ്മിക്കുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റ്സിനും അതേപോലെ തന്നെ അവർക്ക് വായ്പാ സൗകര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്ത്? ഖാദി അഗർബത്തി ആത്മനിർഭർ മിഷൻ. ഇതും എന്തിൻ്റെ കീഴിൽ തന്നെയാണ് വരുന്നത്? ആത്മനിർഭർ ഭാരത് പദ്ധതി. അടുത്തത്, വിദ്യാർത്ഥികൾക്ക് മാനസിക പിന്തുണ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സംരംഭം ആരംഭിച്ചിട്ടുണ്ട്. അതാണ് മനോദർപ്പൺ. അതും ഏതിൻ്റെ ഉള്ളിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ അടിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ്? വിദ്യാർത്ഥികൾക്ക് മാനസിക പിന്തുണ ഉറപ്പാക്കണം. ഓക്കെ, വിദ്യാർത്ഥികളെയും ചെറുതായിട്ടുള്ള ചെറിയ തൊഴിൽ സംരംഭങ്ങളിലേക്ക് അല്ലെങ്കിൽ അവർക്ക് അവരുടെ തൊഴിൽ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു പദ്ധതി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്? PM ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എൻ്റർപ്രൈസ്, PMFME. അതുപോലെ തന്നെ ഖാദി അഗർബത്തി ആത്മനിർഭർ മിഷൻ, അതുപോലെ മനോദർപ്പൺ, വിദ്യാർത്ഥികൾക്ക് മാനസിക പിന്തുണ നൽകാനായി ആരംഭിച്ച സംരംഭമാണ്. ഇനി പ്രതിരോധ ഉപകരണങ്ങളുണ്ട്. അതാണ് ആത്മനിർഭർ ഭാരത് ശപഥ്. ഇത് 4ാമത്തെ പദ്ധതിയാണ്. 5. ഓക്കെ, അപ്പോൾ ആത്മനിർഭർ ഭാരതിൻ്റെ അടിയിൽ വരുന്നതാണ് പ്രതിരോധ ഉപകരണങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കണം. ഓക്കെ, ആത്മനിർഭർ ഭാരത് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം പ്രതിരോധ ഉപകരണങ്ങളും ഒരുപാട് നമ്മൾ ഇറക്കുമതി ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഇതാണ് ആത്മനിർഭർ ഭാരത് ശപഥ്. ഓക്കെ, ആത്മനിർഭർ ഭാരത് ശപഥ്. പ്രതിരോധ ഉപകരണങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാം. കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനത്തിനും സംരംഭത്തിനും ഗതാഗതത്തിനും സംഭരണത്തിനും 50% സബ്സിഡി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ടോപ്പ് ടു ടോട്ടൽ. എന്താണ്? ടോപ്പ് ടു ടോട്ടൽ. ഇതും ആത്മനിർഭർ ഭാരതിൻ്റെ പദ്ധതികളിൽ ഒന്നായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ്. കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനത്തിനും സംരംഭത്തിനും ഗതാഗതം സംഭരണം ഇതിനെല്ലാം 50% സബ്സിഡി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഇത് ടോപ്പ് ടു ടോട്ടൽ. അപ്പോൾ 5 പദ്ധതികളാണ് ആത്മനിർഭർ ഭാരത് പദ്ധതികളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ്? PM ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ്, ഖാദി അഗർബത്തി ആത്മനിർഭർ മിഷൻ, മനോദർപ്പൺ, വിദ്യാർത്ഥികൾക്കായിട്ടുള്ള മനോദർപ്പൺ, പ്രതിരോധ ഉപകരണങ്ങൾക്കുള്ള ആത്മനിർഭർ ഭാരത് ശപഥ്, ടോപ്പ് ടു ടോട്ടൽ 50% സബ്സിഡി കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനത്തിനും സംഭരണത്തിനും ഗതാഗതത്തിനും എല്ലാത്തിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? ടോപ്പ് ടു ടോട്ടൽ. അടുത്തത്, ഇന്ത്യയുടെ കിഴക്കൻ മേഖലയെ ഇൻ്റഗ്രേറ്റഡ് സ്റ്റീൽ ഹബ്ബാക്കാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം ഇന്ത്യയുടെ കിഴക്കൻ മേഖലയിലുള്ള ആസാം, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് ഇങ്ങനെയുള്ള സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളുണ്ട് അല്ലേ. ഈ സംസ്ഥാനങ്ങളുടെ അവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ പരാതി എന്താണ്? സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യയുടെ പാർട്ടായിട്ട് അവരെ കണക്കാക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ വേണ്ടത്ര ഡെവലപ്മെൻറ്റ്സ് വരുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. അപ്പോൾ ആ പരാതിക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ കിഴക്കൻ മേഖലയെ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്റ്റീൽ ഹബ്ബാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് മിഷൻ പൂർവോദയ. പൂർവ്വം എന്ന് പറഞ്ഞാൽ കിഴക്കാണ് അല്ലേ. അപ്പോൾ കിഴക്കൻ സ്റ്റേറ്റ് ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. മിഷൻ പൂർവോദയ. പരമ്പരാഗത കരകൗശല നിപുണർക്ക് സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാണ് വിശ്വകർമ്മ യോജന. കരകൗശല നിപുണർ. വിശ്വകർമ്മ എന്ന് പറയുന്ന ആരായിരുന്നു? എല്ലാം, അതായത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചിരുന്ന, നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചിരുന്ന ഒരു ആളായിട്ടാണ് നമ്മുടെ പുരാണത്തിൽ പറയുന്നത് അല്ലേ, വിശ്വകർമ്മൻ. അപ്പോൾ വിശ്വകർമ്മനാണ്. അതാണ് കരകൗശല നിപുണം. കൈകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അല്ലേ. കരകൗശലം എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് നല്ല ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സംഭവമാണ് അല്ലേ. അപ്പോൾ അതാണ് വിശ്വകർമ്മ യോജന. കരകൗശല നിപുണർക്ക് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? വിശ്വകർമ്മ യോജന. അടുത്തത്, കേന്ദ്ര ട്രൈബൽ മന്ത്രാലയം പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു ക്ഷേമ പദ്ധതിയാണ് സങ്കൽപ് സേ സിദ്ധി. സങ്കൽപ് സേ സിദ്ധി ആർക്കാണ്? പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുടെ സിദ്ധികളും, അതായത് സങ്കൽപ് സേ സിദ്ധി, അവർക്കൊരു ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ ഒരു വിഷൻ ഉണ്ടാവും എന്ന് വിചാരിക്കുക. പട്ടികവർഗത്തിലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കഴിവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ബിസിനസ് ഐഡിയാസിനൊക്കെ വേണ്ടിയിട്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്ത്? സങ്കൽപ് സേ സിദ്ധി. സങ്കല്പം എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ആ ഒരു വിഷൻ അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം, ഓക്കെ, ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു ഐഡിയ എന്നൊക്കെ പറയാം. അതിന് പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്ത്? സങ്കൽപ് സേ സിദ്ധി. അപ്പോൾ ഇന്ത്യയുടെ കിഴക്കൻ മേഖലയെ ഇൻ്റഗ്രേറ്റഡ് സ്റ്റീൽ ഹബ്ബാക്കുന്നത് മിഷൻ പൂർവോദയ. കരകൗശല നിപുണർക്ക് സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപിച്ച പദ്ധതി വിശ്വകർമ്മ യോജന. സങ്കൽപ് സേ സിദ്ധി എന്താണ്? പട്ടികവർഗക്കാരുടെ ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു വിഷൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് സങ്കൽപ് സേ സിദ്ധി.
ഇനി മൺപാത്ര നിർമ്മാണത്തിൽ KVIC ഇലക്ട്രിക് പോട്ടർ വീലുകൾ, അതായത് ഇലക്ട്രിക് ആയിട്ടുള്ള, നമുക്കറിയാം മൺപാത്ര നിർമ്മാണം കണ്ടിട്ടുണ്ടാവും അല്ലേ, ഒരു വീല് വെച്ചിട്ട് കറക്കിയിട്ടാണ്, അതിന് ഇലക്ട്രിക് വീൽസ് ആയിട്ട് മാറ്റിയ KVIC ഉപകരണങ്ങൾ കൊണ്ടുവരിക, ഇങ്ങനെയുള്ള ഉപകരണം വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് കുംഭാർ സശക്തീകരൺ യോജന. കുംഭാർ സശക്തീകരൺ യോജന, കുംഭാർ എന്ന് പറയുന്നത് ആ ഒരു പോട്ട്സിനെയാണ്. ഓക്കെ, കുംഭാർ സശക്തീകരൺ യോജനയാണ് നമ്മുടെ മൺപാത്ര നിർമ്മാണത്തിനും KVIC ഇലക്ട്രിക് പോട്ടർ വീലുകളും ഒക്കെ വിതരണം ചെയ്യാനുള്ളൊരു പദ്ധതി. ഓക്കെ, എന്താണ് മൺപാത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് KVIC ഇലക്ട്രിക് പോട്ടർ വീലുകളും മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങളും ഒക്കെ നൽകുന്ന പദ്ധതിയാണ് കുംഭാർ സശക്തീകരൺ യോജന. ഇനി സാമ്പത്തിക സാക്ഷരത പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാമാണ് നിവേശക് ദീദി. ഓക്കെ, സാമ്പത്തിക സാക്ഷരത പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാം ഏതാണ്? അത് നിവേശക് ദീദിയാണ്. ഇനി 2024 എല്ലാ ഗ്രാമങ്ങളിലും പൈപ്പ് വഴി കുടിവെള്ളം എത്തിക്കാനുള്ള ജൽ ജീവൻ മിഷന്റെ ഭാഗമായി നടത്തുന്ന പദ്ധതി ഏതാണ്? നൽ സേ ജൽ. എന്താണ് ജൽ ജീവൻ മിഷൻ എന്ന് പറയുന്നത്? എല്ലാ ഗ്രാമങ്ങളിലും കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയാണ് നമ്മുടെ ജൽ ജീവൻ മിഷൻ അല്ലേ. അപ്പം ജൽ ജീവൻ മിഷന്റെ ഭാഗമായിട്ട് ഈ ഗ്രാമങ്ങളിൽ എത്തിച്ചാൽ പോരാ, ഗ്രാമങ്ങളിൽ ഓരോ വീടുകളിലും കുടിവെള്ളം എത്തിക്കാനുള്ള ഒരു പദ്ധതിയാണ് നൽ സേ ജൽ. എന്താണ് നൽ എന്ന് പറയുന്നത്? നമ്മുടെ പൈപ്പിനെയാണ് ഹിന്ദിയിൽ നൽ എന്ന് പറയുക. അപ്പം പൈപ്പിലൂടെ കുടിവെള്ളം, നമുക്കറിയാം നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് ഗ്രാമങ്ങളിൽ വെള്ളത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ദൂരം സ്ത്രീകൾ നടന്നുപോയി വലിയ എന്താ പറയുക കുടങ്ങളിലൊക്കെ വെള്ളം നിറച്ച് ഇങ്ങനെ തലയിലൊക്കെ വെച്ചുകൊണ്ട് പോകുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ അത്രയും കഷ്ടപ്പാടില്ലാതെ അങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ കുടിവെള്ളമെങ്കിലും, കുടിക്കാനുള്ള വെള്ളമെങ്കിലും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്ത്? നൽ സേ ജൽ. എല്ലാ ഗ്രാമങ്ങളിലും പൈപ്പ് വഴിയാണ് കുടിവെള്ളം എത്തിക്കാൻ, ഗ്രാമങ്ങളിലെ വീടുകളിൽ. ഓക്കെ, എല്ലാ ഗ്രാമങ്ങളിലും കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി ജൽ ജീവൻ മിഷൻ. വീടുകളിൽ തന്നെ ഓരോ വീടുകളിലും സെപ്പറേറ്റ് ആയിട്ട് എത്തിക്കുന്നതാണ് നൽ സേ ജൽ, പൈപ്പ് വഴിയുള്ള വെള്ളം. മത്സ്യമേഖലയിൽ സുസ്ഥിര വികസനത്തിന് നീല വിപ്ലവം, ഓക്കെ, ബ്ലൂ റെവല്യൂഷൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പാദ യോജന. എന്താണ്? പ്രധാനമന്ത്രി മത്സ്യ സമ്പാദന യോജന. ഓക്കെ, PMMS, പ്രധാനമന്ത്രി മത്സ്യസമ്പാദന യോജന. ഇനി നെയ്ത്തുകാരെയും കരകൗശലക്കാരെയും പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതിയാണ് സമർത്ഥ്. ഓക്കെ, നമുക്കറിയാം കരകൗശല വിദ്യ ആണെങ്കിലും നെയ്ത്ത് വിദ്യയൊക്കെ, ചെയ്തെടുക്കുന്ന തുണിത്തരങ്ങൾ നല്ല ഭംഗിയാണ് അല്ലേ. നല്ല സമർത്ഥരായ ആൾക്കാർക്ക് അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നെയ്ത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നെയ്ത്തുകാരെയും കരകൗശലക്കാരെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ഏതാണ്? സമർത്ഥ്. അപ്പോൾ ഗ്രാമങ്ങളിൽ പൈപ്പ് വഴി കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി നൽ സേ ജൽ. മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ടുള്ള പ്രധാനമന്ത്രി മത്സ്യ സമ്പാദന യോജന. സമർത്ഥരായിട്ടുള്ള നെയ്ത്തുകാരുടെയും കരകൗശലക്കാരെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി എന്താണ്? സമർത്ഥ്. അടുത്തത് രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ സ്ത്രീകൾക്ക് നാഷണൽ വുമൻസ് കമ്മീഷൻ ആരംഭിച്ച പാൻ ഇന്ത്യ കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാമാണ് ഷീ ഈസ് എ ചേഞ്ച് മേക്കർ. പാൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യ മുഴുവൻ. ഓക്കെ, പാൻ ഇന്ത്യൻ മൂവീസ് എന്നുള്ള ആ ഒരു പേരുണ്ട്, എല്ലാവർക്കും അറിയാമായിരിക്കും എന്താണ് അത് ഉദ്ദേശിക്കുന്നത്. മുഴുവൻ ഇന്ത്യയിലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പാൻ ഇന്ത്യ കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാമാണ് എന്ത്? ഷീ ഈസ് എ ചേഞ്ച് മേക്കർ. ഓക്കെ, ഷീ ഈസ് എ ചേഞ്ച് മേക്കർ. ഇനി യുവജനങ്ങളെ സാങ്കേതിക വിദ്യ പരിശീലിപ്പിക്കാൻ നൈപുണ്യ വികസന സംരംഭക മന്ത്രാലയം ആരംഭിച്ച പ്രോഗ്രാമാണ് എന്ത്? AI ഫോർ ഇന്ത്യ. സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലേ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും സാങ്കേതിക വിദ്യകളും എല്ലാം പ്രോത്സാഹിപ്പിക്കാനും അവരെ അതിനെപ്പറ്റി അവെയർ ആക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് എന്ത്? AI ഫോർ ഇന്ത്യ 2.0. ഇനി ദേശീയപാതകൾ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി എന്താണ് കൊണ്ടുവന്ന ഒരു പുതിയ പദ്ധതിയാണെന്ത്? രാജ്മാർഗ് യാത്ര. ഓക്കെ, ദേശീയപാത യാത്ര, ദേശീയപാതയിലുള്ള യാത്ര. നമുക്കറിയാം ഹൈവേയിലുള്ള ആ മോഷണവും കാര്യങ്ങളും ഒക്കെ ഇല്ലാതെ ദേശീയപാതയിലുള്ള യാത്ര സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി കൊണ്ടുവന്നൊരു പ്രോഗ്രാമാണ് എന്ത്? രാജ്മാർഗ് യാത്ര. മെയിനായിട്ട് CCTVസും അതേപോലെ തന്നെ പോലീസ് പെട്രോളിങ്ങും ഒക്കെ ശക്തമാക്കിക്കൊണ്ടാണ് ഈ ഒരു ദേശീയപാത സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടുള്ള
ഒരു പദ്ധതി കൊണ്ടുവരുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, സാമൂഹ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ നാഷണൽ വുമൻസ് കമ്മീഷൻ കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ് ഷീ ഈസ് എ ചേഞ്ച് മേക്കർ. നമ്മുടെ സാങ്കേതിക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കൃത്രിമ ബുദ്ധി, ഇതുമായിട്ട് ബന്ധപ്പെട്ട നൈപുണ്യ വികസനത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന പ്രോഗ്രാം ഇതാണ്. അത് AI ഫോർ ഇന്ത്യ 2.0. അതുപോലെ തന്നെ ദേശീയപാത സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി കൊണ്ടുവന്ന പ്രോഗ്രാമാണിത് രാജ്മാർഗ് യാത്ര. ഉപയോഗശൂന്യമായിട്ടുള്ള റെയിൽവേ കോച്ചുകളെ റെസ്റ്റോറൻ്റ് ആക്കി മാറ്റുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി എന്താണ്? ബോഗി വോഗി. എന്താണ്? ഉപയോഗശൂന്യമായിട്ടുള്ള റെയിൽവേ കോച്ചുകളെ റെസ്റ്റോറൻറ്റ്സ് ആക്കി മാറ്റുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയാണെന്ത്? ബോഗി വോഗി. അതായത് ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ഇതിനെല്ലാം കണക്ട് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു റെസ്റ്റോറൻ്റ് ആക്കിയിട്ട് മാറ്റും. തെരുവ് കച്ചവടക്കാർക്ക് മിതമായ നിരക്കിൽ വായ്പ നൽകാൻ ഭവന നഗരകാര്യ മന്ത്രാലയം ആരംഭിച്ച ഒരു പദ്ധതിയാണെന്ത്? PM സ്വനിധി. എന്താണ്? PM സ്വനിധി. തെരുവ് കച്ചവടക്കാർക്ക് മിതമായ നിരക്കിൽ വായ്പ നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭവന നഗരകാര്യ മന്ത്രാലയം ആരംഭിച്ച പദ്ധതി ഏതാണ്? അത് PM സ്വനിധി. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ സാമൂഹിക ക്ഷേമ പദ്ധതികൾ. 2023 എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാമൂഹിക ക്ഷേമ പദ്ധതികളും കേന്ദ്ര ഗവൺമെൻറ് ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി അതിൽ വിദ്യാഭ്യാസ പദ്ധതികളും അതുപോലെ തന്നെ ആരോഗ്യ പദ്ധതികളും നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം. ഇതേപോലെ കേരളത്തിൻ്റെ പദ്ധതികളും മറ്റൊരു ക്ലാസ്സിൽ ടോപ്പിക്കായിട്ട് തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ അടുത്ത കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.